ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ UDF-ന്റെ വിജയ സാധ്യത എത്രമാത്രം കാണുന്നു? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വാർഡിന്റെ എല്ലാ മേഖലയും സന്ദർശിച്ചാണ്. ഓരോ മേഖല ചെല്ലുമ്പോഴും ജനങ്ങളുടെ അഭിപ്രായം വിഭിന്നമാണ്. അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള കാര്യങ്ങൾ ഇവിടെ ഈ വാർഡിൽ നടന്നിട്ടില്ലെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതായത് ഈ ഒരു വാർഡ് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥ, 4-5 മേഖല തിരിച്ചൊരു വാർഡാണ് പൂങ്കോട് വാർഡ്. അത് വാലുകുന്ന്, കൈതക്കെട്ടിൽ, ഗാന്ധിനഗർ, പൂങ്കോട്, നടുക്കുന്ന് ഇങ്ങനെ തുടങ്ങുന്ന മേഖലയായി കിടക്കുമ്പോൾ അവിടെയൊക്കെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ഇന്ന് വികസനം എന്ന് പറയുമ്പോൾ ചടയമംഗലത്തെ സ്ഥിതി എല്ലാ ജനങ്ങൾക്കും അറിയാം. പഞ്ചായത്ത് ഓഫീസ് പൊളിക്കപ്പെട്ടിട്ട് അനേകം വർഷങ്ങളായി. ഇന്ന് അവിടെ പഞ്ചായത്ത് ഓഫീസിന്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് കൂമ്പാരമാണ്. പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് ഒരു വിവാഹം നടത്തുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വിവാഹം നടത്തുമ്പോൾ 10,000-ൽ പരം താഴെ രൂപ കൊടുത്ത് വിവാഹം നടത്തേണ്ട ഒരു സ്ഥാപനം പഞ്ചായത്ത് ഭരണക്കാർ കൈയേറി പഞ്ചായത്ത് ഓഫീസായിട്ട് വർക്കുകയാണ്. അതിനോട് ചേർന്നുള്ള സബ് ഓഫീസിന് വേണ്ടി ഒരു കെട്ടിടം ഉണ്ടായിരുന്നത് പൊളിച്ചു മാറ്റിയിട്ട് ഇന്ന് അവിടെ പന്നിയും പാമ്പും മറ്റു മൃഗങ്ങളും ഉള്ള ഒരു കാട് പിടിച്ച സ്ഥലമായി മാറിയിരിക്കുന്നു. ഇതും ജനങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന എത്രയോ ആഫീസുകളുണ്ട്. ഈ ഒരു ആഫീസുകളിൽ വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ചടയന്മാരും ഡിവിഷനെ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. അവർക്ക് മതിയായ രീതിയിൽ മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുണ്ട്. അതുപോലെ തന്നെ വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചടയമംഗലത്തിന്റെ ചരിത്രത്തിൽ ഒരു MLA ഉണ്ടായിരുന്നു, പ്രയാർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം കൊണ്ടുവന്ന വികസനങ്ങൾ പോലും സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും കഴിയാത്തൊരു ഭരണമാണ് ചടയമംഗലത്തുള്ളത്. ടൂറിസം മേഖല പരിശോധിച്ചാൽ എത്രയോ MLA-മാരും മന്ത്രിമാർക്കും ജന്മം കൊടുത്ത നാടാണ് നമ്മുടെ ചടയമംഗലം. ചടയമംഗലത്തിന് മാറ്റം നിന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നപ്പോൾ അദ്ദേഹം ചടയമംഗലത്തിന് നിറവിൽ നിന്നും മലർന്നു നോക്കി പാറ കണ്ടിട്ട് അദ്ദേഹം വിധി എഴുതി, ഇതൊരു അസാധ്യമായ സംഭവമാണെന്ന്. ആ സംഭവം ഇന്ന് ലോകത്തിന്റെ നിറവിൽ നിറഞ്ഞു നിൽക്കുന്നു. അതാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ, UDF-ഉം കോൺഗ്രസ്. ഇത്തരം കാര്യങ്ങൾ കാഴ്ചപ്പാടോട് ചെയ്യാൻ കഴിയാത്തവരാണ് LDF എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യം പറഞ്ഞു നോക്കുകയാണെങ്കിൽ, വികസനം പറയുകയാണെങ്കിൽ പൂങ്കോട് ജംഗ്ഷനിൽ മേഖലയിൽ ചെന്നു കഴിഞ്ഞാൽ വെട്ടമില്ല, വെളിച്ചമില്ല, റോഡുകളെല്ലാം തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. അതായത് ഒരിപ്പുറം കടവന്റെ അങ്ങോട്ട് ചെന്നാൽ 25 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി കൊണ്ടുവന്നിട്ട് ആ പദ്ധതി പൂർത്തിയാക്കുവാനോ ജനങ്ങൾക്ക് പ്രയോജനപ്പെടത്തക്ക തരത്തിൽ അത് വർക്ക് ചെയ്ത് അവസാനിപ്പിക്കുവാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പദ്ധതി ഉപേക്ഷിച്ച് കോൺട്രാക്ട് പോയിരിക്കുന്നു. എന്തുകൊണ്ട് പോയതിനെ കുറിച്ച് ഒരു സമാധാനം ജനങ്ങളോട് പറയണം. ഇന്നിപ്പോ നടക്കുന്ന ചെന്നാൽ പലരും പറയുന്നുണ്ട്, ഞങ്ങള് പശുവിനെ വളർത്തിയും തുണി അലക്കിയും ഒക്കെ ജീവിക്കുന്നവരാണ്, ഞങ്ങള് ഒലിപ്പുറം കടവ് കൊണ്ട് കഴിഞ്ഞു കൂടുന്നവരാണ്. ഇന്ന് ആ കടവിലോട്ട് പശുവിനെ ഇറക്കിക്കൊണ്ട് പോകുവാനോ 10 തുണിയുമായിട്ട് ഇറങ്ങിപ്പോയി കഴിയുവാനോ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് അവർ പറയുന്നത്. ഇന്ന് അവർ പറയുന്നത് ഈ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വളരെ മോശപ്പെട്ടവളാണ്, അഹങ്കാരിയാണ്, അനാവശ്യ സ്വഭാവമുള്ളവളാണെന്നൊക്കെയാണ് അവർ ഒരുപാട് പേർ പ്രചരിപ്പിക്കുന്നത്. കഷ്ടമെന്നേ പറയാനുള്ളൂ. വികസനം പറയുന്നതിന് പകരം അനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്ഥാനാർത്ഥിയെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നത് തെറ്റല്ലേ എന്ന് ജനം വിലയിരുത്തണം. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ MB ഫണ്ട് വേണ്ടുന്ന വണ്ണം വിനിയോഗിക്കാൻ കഴിയാത്തത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും MBയെ സമീപിക്കുന്നില്ല എന്നുള്ള ഒരു UDF ആരോപണമാണ്. UDF ജയിച്ച 2 വാർഡുകളുണ്ട്. ഈ വാർഡുകളിൽ MB ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. UDF ജയിച്ച വാർഡുകൾ കണ്ണങ്കോടും നീലങ്കോടുമാണ്. അമ്പലത്തിൽ നസീമും മഞ്ജു മറിയപ്പള്ളി. കഴിഞ്ഞ പദ്ധതി കാലഘട്ടത്തിൽ മഞ്ജു മറിയപ്പള്ളി ആവശ്യമായി MBയെ സമീപിച്ചപ്പോൾ വളരെ വൈകിയിരുന്നു. അത് എന്ത് തുറന്നവരോട് പറഞ്ഞതാണ്. കാരണം അന്ന് ബാലൻസ് ഉണ്ടായിരുന്നത് പട്ടികജാതി ഫണ്ട് മാത്രമാണ്. കണ്ണങ്കോട് മേഖലയിൽ പട്ടികജാതിക്കാർ ഉണ്ടെങ്കിലും ചിതറിക്കിടക്കാണ്, ഒരു മേഖല എടുത്ത് പറയുവാനില്ല. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞത് പദ്ധതി ഇപ്പോൾ ഈ പദ്ധതി ഉള്ളൂ, അടുത്ത ഘട്ടത്തിലാണ്. ഇപ്പോ ആ കണ്ണങ്കോട് വാർഡിലേക്ക് മഞ്ജു മറിയപ്പള്ളിക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് അത് ഉടനെ ചെയ്യാൻ കഴിയാത്തതാണ് പദ്ധതി അനുഭവിച്ചിട്ടുണ്ട്. അല്ലേ? മൂലങ്കോട് അമ്പലത്തിൽ നസീമിന്റെ വാർഡിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് പല പദ്ധതികളും. അത് വളരെ വ്യക്തമായി ചടയമംഗലത്തിൽ വെച്ച് പത്രസമ്മേളനം നടത്തി അത് അക്കമിട്ട് എമ്പി നിരത്തിയിട്ടുണ്ട്. പിന്നെ UDF-ന്റെ വാർഡുകളിലുപരി ചടയമംഗലം പഞ്ചായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ പറഞ്ഞാൽ അതും പല മേഖലകളും എടുത്തു പറയാനുണ്ട്.
ഒന്ന്, MG ഹൈസ്കൂളിൽ കൃത്യമായും ആവശ്യമനുസരിച്ചുള്ള കമ്പ്യൂട്ടറുകൾ MP വിതരണം ചെയ്തിട്ടുണ്ട്. രണ്ട്, മേടയിൽ UPS സ്കൂളിൽ അവിടുത്തെ PT ആവശ്യപ്പെട്ട അനുസരിച്ച് അവിടെ വാഹനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂങ്കോട് അയ്യപ്പ ക്ഷേത്രത്തോടനുബന്ധിച്ച് സമീപത്ത് നിന്ന് MP ഇന്നും ശിലാഫലങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ലാലുവിന്റെ ഘട്ടത്തിൽ അവിടെ റോഡിന് കോൺക്രീറ്റ് ചെയ്യാൻ പൈസ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുമുണ്ട്. വെള്ളിപ്പാറ സ്കൂളിൽ കൃത്യമായും ഒരു വാഹനം കൊടുത്തിട്ടുണ്ട്. പോരയുടെ ജംഗ്ഷനിൽ ഹരിമാസ് സൈറ്റ് MP അതുപോലെ കുരിയോട് നെട്ടത്ര ഡിപ്ലോമ കോളനിയിൽ ഒരു ലിങ്ക് റോഡും അതിന്റെ സൈഡ് കെട്ടുവാനും 7 ലക്ഷത്തിൽ പരം രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാലും കൃത്യമായും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരുള്ള പഞ്ചായത്ത് വാർഡുകളിൽ അവർ ഒരു മുട്ടുസൂചി പോലും MP സമീപിച്ച് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ അടുത്ത സമയത്ത് CPM നേതാവ് പ്രസംഗിക്കുകയുണ്ടായി. ഞാനത് കേട്ടു. എന്താണ് പറഞ്ഞത്? MP ഞങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തില്ലെന്ന്. അങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? MP ആരെങ്കിലും വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് LDF വിളിച്ച് ചർച്ച ചെയ്യണം, നിങ്ങൾക്ക് എന്ത് വേണമെന്ന്? അതല്ലല്ലോ വേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക. അദ്ദേഹം അവർ അനുവദിച്ച് തന്നില്ല എങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ജനം വിശ്വസിക്കും, ജനത്തിന് മുന്നിൽ പറയാൻ കഴിയും. ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. MP ഫണ്ടും MLA ഫണ്ടും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു വർഷം കിട്ടുന്ന എത്ര രൂപയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് 7 8 പഞ്ചായത്തുകൾക്ക് DAD ചെയ്ത് കൊടുക്കേണ്ടതാണ് MP ഫണ്ട്. അത് ഓരോ നിയോജക മണ്ഡലത്തിലും അതിൻ്റെതായ വിഹിതം ചെല്ലുമ്പോൾ ഒരു കോടി അകത്തുള്ള തുക മാത്രമേ ഒരു മണ്ഡലത്തിന് കിട്ടൂ. ആ മണ്ഡലത്തിന് കിട്ടുന്ന പൈസ എല്ലാ പഞ്ചായത്തിനും വീതം വെച്ച് കൊടുത്തു വരുമ്പോൾ അതെന്താണ് ഒരു വർഷത്തെ കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ വിലയിരുത്തണം. MLA ഫണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അവർക്കൊരു നിയോജക മണ്ഡലം മാത്രമേ ഉള്ളൂ. കൃത്യമായും ആ നിയോജക മണ്ഡലത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ ഇത് തിരിച്ചറിയാൻ എങ്കിൽ പോലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് പ്രചരണം നടത്തിയാൽ അത് ജനം അംഗീകരിക്കും ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നുണ്ട്. എന്റെയൊക്കെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിന് മുന്നേ അവിടെ പ്രസവവും അതുപോലെ തന്നെ നേഴ്സറിയും അതുപോലെ അനുബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്ന ഹോസ്പിറ്റലായിരുന്നു. അത് പിൽക്കാലത്ത് വന്ന് നശിച്ച് നാരായണത്തിന്റെ കൊണ്ട് ഇതിനിടയിൽ വീണ്ടും അത് വർദ്ധിച്ച ഈ യൂണിറ്റുകൾ വന്നിട്ട് ഉയർന്നു വന്നു. ഇന്ന് അവിടെ 10 14 കിടക്കകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഒരു കിടക്ക പോലും ഇല്ല. അന്ന് ആശുപത്രിയുടെ കെട്ടിടം വളരെ കുറവായിരുന്നിട്ട് പോലും കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ഒരു ആശുപത്രി ഇന്ന് പുതിയ കെട്ടിടങ്ങൾ പണിയിട്ട് പോലും അതില്ല. ഒരു നേതാവ് LDF ഒരു നേതാവ് പ്രസംഗിക്കുന്ന കേട്ടു, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ കിടത്തി ചികിത്സ അവിടെ നടത്താൻ 1 മാസത്തിനുള്ളിൽ അവിടെ കിടത്തി ചികിത്സ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവില്ല. 1 മാസമല്ല 9 മാസം കഴിഞ്ഞാലും അത് നടക്കാത്ത കാര്യമാണെന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിയാം. ജനങ്ങൾക്ക് മുന്നിൽ മോഹന വാഗ്ദാനമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി ഉപയോഗിച്ച് കടകമ്പുഴ ജംഗ്ഷനിൽ ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു മൂത്രമൊഴിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു സ്ഥാനത്ത് ഒരു മൂത്രപ്പുര ഉൾപ്പെടെ വിശ്രമ കേന്ദ്രം ഉൾപ്പെടെ ഒരു കെട്ടിടം പറഞ്ഞിട്ടുണ്ട്. അത് പണിഞ്ഞ് പൂർത്തിയാക്കിയിട്ട് താക്കോലും കൊണ്ട് പണിയിൽ വെച്ച് നടക്കുകയാണ്. ഇന്ന് അത് പൂപ്പായിൽ പിടിച്ച് ഏതാണ്ട് എത്രയോ വർഷത്തിന്റെ പഴക്കം കാണിക്കുന്ന തരത്തിലേക്ക് ആയിക്കഴിഞ്ഞു. ഈ നിമിഷം വരെ തുറന്നു കൊടുത്തിട്ടില്ല. അതാണ് ഇവിടുത്തെ സ്ഥിതി. തൊട്ടടുത്ത് അതിനോടനുബന്ധിച്ച് KSRTC സ്റ്റാൻഡ് ഇന്ന് തരിപ്പണമായി കിടക്കുന്നു. ആ തുടക്കത്തിലുണ്ടായിരുന്ന ഓപ്പറേറ്റിംഗ് ഇന്ന് എത്ര ബസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇന്ന് ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് സെന്റർ മാത്രമായി മാറിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി, അതായത് ഐക്യജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഉഷ ബോസ് വൻപിച്ച ഭൂരിപക്ഷം വിജയിക്കുന്ന കാര്യം ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ കൂടി പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം മറക്കാതിരിക്കട്ടെ. നമസ്കാരം. എന്തായാലും ശരി, ഈ വികസനം പറയുന്നവർ ഇന്നലെ രാത്രി ജനങ്ങൾ കണ്ടയിൽ ഒരു അടി കൂടെ തന്നിട്ടുണ്ട്, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട്. അതിനെ ഉൾപ്പെടെ ഫോക്കസ് ചെയ്തുകൊണ്ട് ശക്തമായ സമര പരിപാടികളിലേക്ക് UDF പോകും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്കിപ്പം ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ ഉണ്ടാവുന്ന നിങ്ങൾക്ക് ഈ സാക്ഷി TVക്കും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നന്ദി, നമസ്കാരം.